ക്രിസ്മസൊക്കെ വരുമല്ലേ, അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് നമുക്ക് വീട്ടിൽ ചെയ്യാം. ഒരു 1/2 കിലോ അരി നമ്മളൊരു 10-30 മിനിറ്റോളം വെള്ളത്തിട്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളം ഞാൻ ഈ പാത്രത്തിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒരല്പം ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ചോറൊന്ന് വേവിച്ചെടുക്കണം. ഒരു 90% വെന്താൽ മതി. ഇതിപ്പോൾ ഒരു 5-6 മിനിറ്റായി, നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഒരല്പം എടുത്ത് ഇങ്ങനെ നോക്കണം, വെന്തിട്ടില്ല. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ, അപ്പോഴത്തേക്ക് ഇത് ഓക്കെയാണ്. ഇത് ഇപ്പം ഒരു 90% വെന്തിട്ടുണ്ട്. കണ്ടോ, ഈ അടുപ്പ് നിർത്തിയിട്ട് വെന്ത ചോറ് ഇതേപോലെ ഒരു കിഴുത്ത പാത്രത്തിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. ഈ ചോറ് കൊള്ളത്തക്ക രീതിയിലുള്ള ഒരു പാത്രം ഇടും. ഈ പാത്രം ചൂടായതിന് ശേഷം ഒരു ബട്ടർ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സെല്ലറിയുടെ തണ്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ്, ബീൻസ്, ഇത് വെന്ത ഗ്രീൻ പീസാണ്, ക്യാപ്സിക്കം അരിഞ്ഞിട്ടിരിക്കും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നടച്ചു നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഒത്തിരി വെന്തങ്ങ് കുഴയുകയും വേണ്ട, ഇതേപോലെ വെന്താൽ മാത്രം മതി. സെല്ലറി, സ്പ്രിംഗ് ഒനിയൻ, ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇലയൊക്കെ ഇട്ട് ഒന്ന് ഇവിടെ ഇളക്കി കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് 90% വേവിച്ച് വെച്ചിരിക്കുന്ന ഈ റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിരിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒരു അല്പം കൂടെ വേകാനുണ്ട്. വേണം, നല്ല ഒരു കൊതിപ്പിക്കുന്ന മണമൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ റെസ്റ്റോറൻറ്റിലും ഓരോ രീതിക്കുള്ള വ്യത്യസ്തമായ രീതിക്കുള്ള ഫുഡാണ് ചെയ്യുന്നത് അല്ലേ. അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ റൈസ് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ, നിങ്ങൾക്കത് ഇഷ്ടപ്പെടും.